Hi all, welcome to my channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്രോച്ചസ് ഓഫ് സെക്യൂരിറ്റി അനാലിസിസിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നായിരുന്നു. ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിരുന്നു നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞത്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഫണ്ടമെന്റൽ അനാലിസിസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൂന്നായിട്ട് ക്ലാസിഫിക്കേഷൻ അല്ല, അതിനകത്ത് 3 കമ്പോണൻസ് ആണുള്ളത്. എക്കോണമി അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ്. എക്കോണമി അനാലിസിസ് ഫസ്റ്റ് നടത്തി, സെക്കൻഡ് ആയിട്ടും കമ്പനി അനാലിസിസ് തേർഡ് ആയിട്ടും നടത്തുന്നതിനെ നമ്മൾ ഡൗൺവേർഡ് അനാലിസിസ് എന്ന് പറയും. ഇനി നേരെ തിരിച്ച് ഇവിടെ അതായത് കമ്പനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ എക്കോണമിയിലേക്ക് റീച്ച് ചെയ്യുന്നതിനാണ് അപ്വേർഡ് അനാലിസിസ് എന്നും പറയും. അങ്ങനെ 2 വേ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് ഓരോ അനാലിസിസും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വി ആർ മൂവിങ് ടു ദ എക്കോണമി അനാലിസിസ്. എക്കോണമി അനാലിസിസ് എന്ന് പറയുന്നതിനകത്ത് 2 കമ്പോണൻസ് ആണുള്ളത്. എക്കോണമിക് ഫാക്ടേഴ്സും എക്കണോമിക് ഫോർകാസ്റ്റിംഗും. എക്കോണമിക് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എക്കോണമിനെ നമ്മൾ അവിടെ അനലൈസ് ചെയ്യുകയാണ്. സോ ഓഫ് കോഴ്സ് നമ്മൾ അതിനകത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഫ്യൂച്ചറിലെ എക്കണോമിക് സിറ്റുവേഷൻസ് നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. ഒരുപാട് എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ അതിൽ കുറച്ച് മാത്രമേ ഇവിടെ ബ്രീഫ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഓരോന്നും നോക്കാം. GDP, GNP ആൻഡ് NNP, അതായത് നമ്മുടെ ഒരു കൺട്രിയുടെ ടോട്ടൽ ഇൻകം റെപ്രസെന്റേറ്റ് ചെയ്യുന്ന വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ആണിത്. അപ്പൊ ഈ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുമ്പോഴും ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ GDP, GNP, NNP ഒരു പർട്ടിക്കുലർ കൺട്രിയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. ഇവിടെ GDP ഗ്രോത്ത് ഉള്ള ഒരു പെർട്ടിക്കുലർ കൺട്രി ആണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് എൻ എക്കണോമിക് പ്രോസസ് ആ കൺട്രിയിൽ ഉണ്ടെന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള കൺട്രിയിൽ നമുക്ക് ധൈര്യമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്കോണമിനെ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബിസിനസ് സൈക്കിൾ നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് സൈക്കിൾ എന്നൊക്കെ പറയും. ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി എന്നുള്ളതാണ്. അപ്പം ഈ ബിസിനസ് സൈക്കിൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് നമ്മളൊരു കമ്പനിയിൽ ഒരു എക്കോണമിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ എക്കോണമിയിലെ ഇപ്പോഴത്തെ കറന്റ് സൈക്കിൾ ഏതാണ്, ബൂമിലാണോ ആ എക്കോണമി, അല്ലെങ്കിൽ റിസഷനിലാണോ, ഡിപ്രഷനിലാണോ, അല്ലെങ്കിൽ റിക്കവറി സ്റ്റേജിലാണോ, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ദെൻ തേർഡ് പോയിന്റ്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രൈസ് റൈസ് എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ആ ഇൻഫ്ലേഷൻ റേറ്റ്, കൺട്രിയുടെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. അത് നമ്മൾ റീറ്റെയിൽ പ്രൈസിലും അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസിലും നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഇപ്പൊ റീറ്റെയിൽ പ്രൈസിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതാണ് WPI. അതുപോലെ തന്നെ റീറ്റെയിൽ പ്രൈസിൽ നമ്മളെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മോണിറ്ററി പോളിസീസ് ആണ്. മോണിറ്ററി പോളിസീസിനകത്ത് CRR, SLR റേഷ്യോസ് വരും, ബഡ്ജറ്റ്, അൺഎംപ്ലോയ്മെന്റ്, എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് ഇതിനു ശേഷം മാത്രമേ നമ്മൾ ഒരു എക്കോണമിയിൽ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇനിയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഇത്രയും ഞാൻ ബ്രീഫ് ചെയ്യുന്നുള്ളൂ. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. അപ്പം നമ്മുടെ എക്കോണമി അനാലിസിസിന്റെ സെക്കൻഡ് പാർട്ടാണ് എന്ത് പറയുന്നത്, എക്കണോമിക് ഫാക്ടേഴ്സും അതുപോലെ എക്കണോമിക് ഫോർകാസ്റ്റിംഗും. അതിൽ എക്കണോമിക് ഫോർകാസ്റ്റിംഗിലേക്ക് നമ്മൾ കടന്നു. എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് അതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് എക്കോണമി, അതായത് ഫ്യൂച്ചറിലെ എക്കോണമി എങ്ങനെയാണെന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് നമ്മൾ 3 ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആന്റിസിപ്പേറ്ററി സർവേ, ബാരോമെട്രിക് അപ്രോച്ച്, ഡിഫ്യൂഷൻ ഓർ സെൻസെക്സ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്. ഞാൻ ആദ്യം ഈ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ സെൻസസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താന്ന് പറയാം, ബിക്കോസ് അത് സിമ്പിൾ ആണ്. കാരണം ആന്റിസിപ്പേറ്ററി സർവേയുടെയും ബാരോമെട്രിക് അപ്രോച്ചിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഡിഫ്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് നമ്മൾ ഈ 2 മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ആന്റിസിപ്പേറ്ററി സർവേ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആന്റിസിപ്പേറ്ററി സർവേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർവേ ഓഫ് ദ ആന്റിസിപ്പേഷൻ ഓഫ് ഓർ ഇന്റൻഷൻ എന്നുള്ളതാണ്. അതായത് ആൾക്കാരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ആൾക്കാർ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്ന അവരുടെ ആ ഇന്റൻഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവേ നടത്തുന്നത്. ആ ഇന്റൻഷൻ അല്ലെങ്കിൽ ആന്റിസിപ്പേഷന്റെ സർവേ ആണ് നമ്മൾ അവിടെ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ആരുടെയാണ് അത് ചെയ്യുന്നത്, പീപ്പിൾ ഇൻ ഗവൺമെന്റ്, ഇൻഡസ്ട്രി, കൺസ്യൂമേഴ്സ്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ ഉള്ള വ്യക്തികളുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ ആന്റിസിപ്പേഷനെ സർവേ നടത്തുന്നതിനെയാണ് നമ്മൾ ആന്റിസിപ്പേഷൻ സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബാരോമെട്രിക് അപ്രോച്ച്. ബാരോമെട്രിക് അപ്രോച്ചിനകത്ത് 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് അപ്രോച്ച് എന്നും ഈ ഒരു മെത്തേഡ് നമ്മൾ പറയും. സോ ഈ ബാരോമെട്രിക് അപ്രോച്ചിനകത്ത് നമ്മൾ കാണുന്നത്
മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവിടെ കാണാം. ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് കോ ഇൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ്. ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആ പേര് പോലെ തന്നെ ലീഡ് ചെയ്യണം. അതായത് ഒരു എക്കോണമിയിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് സംഭവിച്ചിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പൊ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ്സ്, ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ് ആണ് അതിന് നല്ലൊരു എക്സാമ്പിൾ. ഇപ്പൊ നമ്മുടെ ഈ കൊറോണ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ 21 days ലോക്ക്ഡൌൺ ഗവൺമെന്റ് പറഞ്ഞ ആ പ്രഖ്യാപിച്ചതിന്റെ വെരി നെക്സ്റ്റ് ഡേ നമ്മുടെ സെൻസെക്സും നിഫ്റ്റിയിലെയും പ്രൈസ് ഭയങ്കരമായിട്ട് ഫോൾ ചെയ്തു. സോ ആ എക്കോണമിയിൽ സംഭവിക്കാൻ പോകുന്ന ഇപ്പൊ നമ്മുടെ എക്കോണമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ എന്ത് ചെയ്യാണോ അത് നേരത്തെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുകയായിരുന്നു നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ്. സോ ദാറ്റ് ഈസ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് സെക്കൻഡ് വൺ. ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആ പേര് പോലെ തന്നെ ആ ഒരു എക്കോണമിയിലെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷന് ശേഷം അതിനുശേഷം മാത്രമായിരിക്കും ഈ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണപ്പെടുക. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് പെട്ടെന്ന് ഹൈക്ക് ആവുക, അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ മാറ്റങ്ങൾ വരിക, അതൊക്കെ. ദെൻ കോ ഇൻസിഡന്റൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ എക്കോണമിയിലെ പെർട്ടിക്കുലർ സിറ്റുവേഷനും ഈ ഇൻഡിക്കേറ്റേഴ്സും ഒരുമിച്ചായിരിക്കും സംഭവിക്കുക. അതായത് കോ ഇൻസിഡന്റിലായിരിക്കും, സൈമൾട്ടേനിയസ് ആയിട്ട് അത് ഹാപ്പൻ ചെയ്യും. അതിനെയാണ് നമ്മൾ ബാരോമെട്രിക് അപ്രോച്ചിനകത്ത് കോ ഇൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സും മനസ്സിലായെന്ന്. നമ്മൾ എക്കണോമിക് ഫോർകാസ്റ്റിംഗിനകത്ത് ആന്റിസിപ്പേറ്ററി സർവേ, ബാരോമെട്രിക് അപ്രോച്ച് ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് സെൻസെക്സ് ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ 3 നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത്, ഇപ്പൊ നമ്മൾ ടോട്ടലി എക്കോണമി അനാലിസിസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രി അനാലിസിസ് എന്നുള്ളതാണ്. ഇൻഡസ്ട്രി അനാലിസിസിനകത്ത് രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ലൈഫ് സൈക്കിൾ അനാലിസിസ്, അതായത് ഇൻഡസ്ട്രിയൽ ലൈഫ് സൈക്കിൾ നമ്മൾ അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യണം. ഇനി ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ലൈഫ് സൈക്കിൾ ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയുടെ ലൈഫ് സൈക്കിൾ ഉണ്ട്. ആ ലൈഫ് സൈക്കിളിനും സ്റ്റേജസ് സെയിം ആണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ് ആൻഡ് ഡിക്ലൈൻ സ്റ്റേജ്. സോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലായിരിക്കും ആ പ്രൊഡക്റ്റ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനെ നമുക്ക് വേണമെങ്കിൽ അല്ല, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഇസ് ഓൾസോ നോൺ ആസ് പയനിയറിംഗ് സ്റ്റേജ് എന്നാണ് അറിയപ്പെടും. സോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രൊഡക്റ്റ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഡിമാൻഡ് കൂടുതലായിരിക്കും, കോമ്പറ്റീഷനും ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വീക്കേഴ്സ് ആയിട്ടുള്ള കമ്പനീസ് ആ ഒരു സ്റ്റേജിൽ നിന്ന്, ആ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്ത് ചെയ്യും, എക്സ്പെൽഡ് ആയിട്ട് പോകും. ഓൺലി ദ സർവൈവർ, കുറച്ച് പേര് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, സർവൈവ് ചെയ്ത് പോകത്തുള്ളൂ. ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ റിസ്ക്കും കൂടുതലായിരിക്കും, അതേപോലെ തന്നെ പ്രോഫിറ്റും കൂടുതലായിരിക്കും. നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ആണ് ഹയർ ദ റിസ്ക് ഹയർ ദ പ്രോഫിറ്റ്. സോ ഈ സ്റ്റേജിൽ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ റിസ്ക്കും കൂടുതലാണ്, പ്രോഫിറ്റും കൂടുതലാണ്. നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് ഗ്രോത്ത് സ്റ്റേജ്. ഗ്രോത്ത് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ എക്കോണമി എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ എന്ത് ചെയ്യാണ്, കൂടുകയാണ്, ഗ്രോത്ത് ആണ് അവിടെ സംഭവിക്കുന്നത്, റിസ്ക് കുറവായിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിയിൽ നമ്മുടെ ഇൻഡസ്ട്രി ഒരു പ്രത്യേക അതിൻ്റെതായ സ്വന്തം ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. ആ മാർക്കറ്റിൽ ആ മാർക്കറ്റിനെ മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് അതിന് സ്വന്തമായിട്ട് കാണും. Then moving to the next stage, that is maturity stage or saturation point എന്ന് വേണമെങ്കിൽ പറയാം, സ്റ്റാഗ്നേഷൻ സ്റ്റേജ് എന്ന് പറയുന്നതിന്. കാരണം ഇവിടെ ഇതൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തി, അതായത് അതിന്റെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള സ്ഥലത്തെത്തി. ഇനി ഇതിനപ്പുറം ഒരു വളർച്ച ഉണ്ടാവത്തില്ല. ഇതിനപ്പുറം ഇതിന് പ്രോഫിറ്റ് അല്ല റിട്ടേൺ ഇതിന് ഏൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദിസ് ഇസ് ദ മാക്സിമം ആണ്, ഇതിന്റെ മാക്സിമം ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേജിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡിസ്പോസ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. Then moving to the next stage, that is decline stage. Decline stage എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ അല്ലെങ്കിൽ ടെക്നോളജി അപ്ഡേഷൻ ഇങ്ങനെയൊക്കെ കാരണങ്ങൾ മൂലം നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയി ഇത് പതിയെ എന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് എക്സ്പെൽഡ് ആവുന്ന ഒരു സ്റ്റേജാണ് ഡിക്ലൈൻ സ്റ്റേജ്. സോ നമ്മുടെ ഇൻഡസ്ട്രി ഇതിലേത് സ്റ്റേജിലാണെന്ന് നമ്മൾ നോക്കണം. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കമ്പനിയിലായിരിക്കും, ആ കമ്പനി ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ പെടുന്നതായിരിക്കും. സോ ആ ഇൻഡസ്ട്രി ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണോ, ഗ്രോത്ത് സ്റ്റേജിലാണോ, മെച്യൂരിറ്റി സ്റ്റേജിലാണോ. മെച്യൂരിറ്റി സ്റ്റേജിലാണ് ഇറ്റ് ഈസ് ബെറ്റർ ടു സെൽ ആണ്. അപ്പം വിൽക്കാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് മെച്യൂരിറ്റി സ്റ്റേജ്. സോ ബെറ്റർ ടു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഉള്ളത്. അപ്പൊ ലൈഫ് സൈക്കിൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ് കുറെ ഉണ്ട്. അതായത് നമ്മളൊരു ഇൻഡസ്ട്രി, ഏതൊരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഫസ്റ്റ് വൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്യാപ്പ്. ആ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഡിമാൻഡ് സപ്ലൈനേക്കാൾ കൂടുതലായിരിക്കണം. ദെൻ കോമ്പറ്റീഷൻ, മാർക്കറ്റിലെ കോമ്പറ്റീഷൻ, മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ട്രെൻഡ് ആണോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ട്രെൻഡ് ആണോ കാണിക്കുന്നത്. പെർമനൻസ് ഓഫ് ദാറ്റ് ഇൻഡസ്ട്രി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിക്ക് ഒരു സ്ഥിരതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു എന്താ പറയുക ലോജിക്കും ഇല്ല. കാരണം അങ്ങനെ ഒരു ഇൻഡസ്ട്രീന് പെർമനൻസ് ഇല്ല അതിന്. സോ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് ആവുന്ന ഒരു ഇൻഡസ്ട്രി ആണോ, അതുപോലെ ഇൻഡസ്ട്രിയൽ ലേബർ കണ്ടീഷൻ, അതായത് ലേബർ യൂണിയൻസ് ആണ് സ്ട്രെങ്ത് ആയിട്ടുള്ളതാണോ, അല്ലെ ലേബർ സപ്ലൈ നമുക്ക് ആവശ്യത്തിനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി അതുപോലെ തന്നെയാണ് കോസ്റ്റ് സ്ട്രക്ചർ. കോസ്റ്റ് ഓഫ് കോഴ്സ് ഇൻക്ലൂഡ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ഫിക്സഡ് കോസ്റ്റിനകത്ത് വരുമ്പോഴത്തേക്കും ഫിക്സഡ് കോസ്റ്റ് കൂടുതലുള്ള കമ്പനി അല്ലെങ്കിൽ അങ്ങനെ ഫിക്സഡ് കോസ്റ്റ് കൂടുതൽ ആവശ്യം വരുന്ന ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഫിക്സഡ് കോസ്റ്റ് കൂടുന്തോറും നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റിലേക്ക് എത്താനുള്ള ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് കൂടും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സെയിൽ കുറയുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും കമ്പനി പതിയെ ലോസിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. സോ ഓഫ് കോഴ്സ് എപ്പോഴും ഫിക്സഡ് കോസ്റ്റ് കുറവുള്ള കമ്പനി സെലക്ട് ചെയ്യുന്നതായിരിക്കും, ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ നമ്മളിപ്പോൾ പറഞ്ഞത് എക്കോണമി അനാലിസിസും ഡിസ്കസ് ചെയ്തു, ഇൻഡസ്ട്രി അനാലിസിസും. ഇനി വി ആർ മൂവിംഗ് ടു ദ കമ്പനി അനാലിസിസ്. കമ്പനി അനാലിസിസിനകത്ത് കമ്പനി ഫാക്ടേഴ്സും ഉണ്ട്, വാല്യുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ബോൺസ് ആണ് നമ്മൾ നോക്കുന്നത്. കമ്പനി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഓഫ് ദ കമ്പനി, അതായത് കമ്പനിയുടെ കോമ്പറ്റീറ്റീവ്നെസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, അതിന്റെ മാർക്കറ്റിലുള്ള ഷെയർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നേച്ചർ ഓഫ് ഏർണിംഗ്സ്, നേച്ചർ ഓഫ് ഏർണിംഗ്സ് ആണ് ഫ്ലക്ച്വേറ്റിംഗ് ആണോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഏർണിംഗ്സ് കിട്ടുന്ന ഒരു കമ്പനിയാണോ. ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ടോട്ടൽ അതിന്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ്, അതിന്റെ ഡെപ്റ്റിന്റെ നമുക്ക് ലിവറേജ് റേഷ്യോസ് ഒക്കെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെന്റ്, ഒരു കമ്പനിനെ എപ്പോഴും താങ്ങി നിർത്തുന്നതാണ് അതിന്റെ മാനേജ്മെന്റ്. സോ ആ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് ആണോ എന്നുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്യണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്, അങ്ങനെ ഒരുപാട് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ ടെക്നിക്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്തിട്ട് നല്ലൊരു ഡിസിഷൻ വേണം നമ്മൾ എടുക്കാൻ. ദെൻ ഷെയറിനെ നമ്മൾ വാല്യൂ ചെയ്യണം. ഷെയർ വാല്യുവേഷൻ, ഡിസ്കൗണ്ടിംഗ് ദ പ്രസന്റ് വാല്യൂ, ഗോൾഡൻ ഷെയർ വാല്യുവേഷൻ മോഡൽ, മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ, ഇങ്ങനെ 3 മോഡൽസ് ആണുള്ളത്. ഞാനിപ്പോൾ ഈ മോഡലിനെ പറ്റി ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ ഇത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ഷെയർ വാല്യുവേഷൻ ഇങ്ങനെ ഒരു 3 മോഡൽസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ ഇത്രയുമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഒത്തിരി ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് കാട് കയറി പോകും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അതും ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത പാർട്ടിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്